ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്റ്റർ വണ്ടി, പഴയ മോഡൽ മാസ്റ്ററാണ് വർക്കിന് കയറിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് അതിൻ്റെ വിൻഡ് സ്ക്രീൻ, അതായത് ഹെഡ്ലൈറ്റിന് മുകളിലൊരു വിൻഡ് സ്ക്രീൻ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം സ്ക്രൂ ഇട്ടിട്ട് പിടിപ്പിക്കുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. ബസർ ചെക്കപ്പ്, ഇൻഡിക്കേറ്ററിന് സൗണ്ട് സിഗ്നൽ ബസറില്ല, അപ്പോൾ അത് പിടിപ്പിക്കാം. ഹെഡ്ലൈറ്റ് ലൂസ് കോൺടാക്റ്റ് കാണിക്കേണ്ട ഇടയ്ക്കിടയ്ക്ക്. സീറ്റ് ലോക്ക് പ്രോപ്പറായിട്ട് വർക്ക് ആവണില്ല. ഇത്രയും കംപ്ലയിൻ്റാണ് മെയിനായിട്ട് ജോബ് കാർഡിൽ പറഞ്ഞാണ്. വേറെ ജനറലായിട്ട് സർവീസോ വേറെ കംപ്ലയിൻസുകളോ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളത് നോക്കുന്ന സമയത്തുണ്ടല്ലോ, ഹെഡ്ലൈറ്റ് ലൂസ് കോൺടാക്റ്റ് കാണിക്കാനായിട്ട് നമുക്ക് അതിൻ്റെ വേറെ പ്രശ്നങ്ങൾ ഫ്രണ്ട് ഭാഗത്തില്ല. നമ്മൾ ഫ്രണ്ട് ഭാഗം ചെക്ക് ചെയ്ത് വയറിങ്ങിൻ്റെ ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്തിരുന്നാൽ നമ്മൾ ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്തുണ്ടല്ലോ, ഇവിടെ ബാക്കിലത്തെ ഈ ടൈലൈറ്റ് ബ്രേക്ക് ലൈറ്റ് ഭാഗത്തേക്കൊക്കെ പോണ ഭാഗത്ത് ഇതിവിടെ വയറിങ്ങിന് ചെറിയൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ട്. അതായത് സൈലൻസറിന് ടച്ചായിട്ട് ഇവിടെ ഒറിഞ്ഞ ടച്ചായിട്ട് ഇതിവിടെ ഷോർട്ടായിട്ടുണ്ട്. അപ്പോൾ അത് ആവാനാണ് സാധ്യത. ഈ കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള കാരണം അതാണ്. കാരണം ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു പാർക്ക് ലൈൻ ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് വന്നാണ് മിസ്റ്റേക്ക് ആയിരിക്കാനാണ് സാധ്യതയുള്ളൂ കേട്ടോ. അത് തന്നെ ആയിരിക്കണം നമുക്ക് വണ്ടി ഓട്ടത്തിൽ ഓഫായി പോകുന്ന ഒരു കംപ്ലയിൻറ്റ് പറയാനും കാരണം കേട്ടോ. അപ്പോൾ നിലവിൽ അത് നമ്മൾ ഈ ഭാഗം ഡാമേജ് വന്നേക്കുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് ബാക്കിയത്തെ എക്സ്റ്റൻഷൻ കൊടുത്ത് ടേപ്പ് ചെയ്ത് ക്ലിയർ ചെയ്ത് സെറ്റ് ചെയ്തേക്കാം. അതാണ് നമുക്കതുമ്പോൾ ചെയ്യാൻ പറ്റുക കേട്ടോ. സീറ്റ് ലോക്കിൻ്റെ അപ്പുറം കംപ്ലൈൻറ്റ് എന്ന് പറയാനായിട്ട് നമുക്ക് വേറെ പ്രശ്നം കാണണമെന്നില്ല. സീറ്റ് ക്യാച്ചറിൻ്റെ ഭാഗത്തൊക്കെയുള്ള ഒരു അഡ്ജസ്റ്റിംഗ് ആണ്, അത് നമുക്ക് ചെയ്തിട്ടിട്ടുണ്ട്. വേറെ പ്രോബ്ലംസ് ഒന്നും അതുമായി ബന്ധപ്പെട്ടില്ല. ബസർ പിന്നെ നമുക്ക് മാറ്റി പുതിയത് വയ്ക്കണം കേട്ടോ. ഹെഡ്ലൈറ്റിൻ്റെ വിൻഡ് സ്ക്രീൻ തൽക്കാലം സ്ക്രൂ ഇട്ടാൽ പിടിപ്പിക്കാം, നട്ട് ബോൾട്ട് പോലെ ഇട്ട് പിടിപ്പിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് പുറമേ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. പുറമേ നിന്ന് കാണും, അതൊരു ചെറിയൊരു വൃത്തികേടാണ്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ആ രീതിയിൽ പൊട്ടിപ്പോയതാണ്, വേറെ ഒന്നും ചെയ്യൽ നടക്കില്ല. അങ്ങനെ ചെയ്യാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ അതും പ്രകാരം നമ്മൾ ആ രീതിയിലാണ് ക്ലോസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം നോക്കിയിട്ട് വാട്സാപ്പിലേക്ക് നേരിട്ട് വിളിച്ചോളാം, വിളിച്ചിട്ട് വന്നാൽ മതി കേട്ടോ.